ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ഇതെയാണ് നമ്മൾ ജെനറ്റിക്സ് പാർട്ട് 1 എന്ന് പറയാറുള്ളത്. നമുക്കറിയാം ജെനറ്റിക്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ 2 പാർട്ടാണുള്ളത്. ഇതാണ് ജെനറ്റിക്സ് 1, ഇവിടെയാണ് നമ്മൾ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് പഠിക്കാനുള്ളത്. ആൻഡ് ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്, അതാണ് ജെനറ്റിക്സ് 2 എന്ന് പറയുന്നത്. ഏതൊരു എൻട്രൻസ് എക്സാം എടുത്തു നോക്കുകയാണെങ്കിലും വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഏരിയയാണ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. നീറ്റിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും മറ്റേത് എൻട്രൻസ് എക്സാം ആണെന്നുണ്ടെങ്കിലും ഐസർ അഡ്മിഷൻ ടെസ്റ്റ് പോലെയുള്ള എൻട്രൻസ് എക്സാം ആണെങ്കിലും ഒക്കെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഭാഗം എന്ന് പറയുന്നത് ജെനറ്റിക്സ് തന്നെയാണ്. അപ്പോൾ നീറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നീറ്റ് എക്സാമിന് ഈ 2 ജെനറ്റിക്സ് 1ഉം 2ഉം ചാപ്റ്റേഴ്സ് കമ്പൈൻ ചെയ്തുകൊണ്ട് 12 ചോദ്യങ്ങളാണ് ആവറേജ് ആയിട്ട് വരാറുള്ളത്. സോ അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്രയധികം വെയിറ്റേജ് കൂടുതലുള്ള ഒരു ചാപ്റ്റർ ആണ് ജെനറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം. സോ എന്താണ് ജെനറ്റിക്സ് എന്നുള്ളതിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടും കൂടെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത്. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പോൾ ജെനറ്റിക്സ് എന്താ എന്നുള്ളത് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പഠിപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ചാപ്റ്റർ ആണ് ഈ ഒരു ചാപ്റ്റർ, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. അപ്പൊ ഈ ചാപ്റ്റർ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ ഹെഡിങ് നോക്കുകയാണെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. എന്താണ് ഇൻഹെറിറ്റൻസ്? അപ്പൊ 2 ടേം ആണ് ഇവിടെ ഉള്ളത്, ഇൻഹെറിറ്റൻസും വേരിയേഷനും. അപ്പൊ അത് തമ്മിൽ എന്താണ് ഇൻഹെറിറ്റൻസ് എന്നും എന്താണ് വേരിയേഷൻ എന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. അപ്പൊ ഇത് ജെനറ്റിക്സിന്റെ പാർട്ടാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ജെനറ്റിക്സിന്റെ പാർട്ടാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താണ് ജെനറ്റിക്സ് എന്നുള്ളത് അറിയണല്ലോ. ജെനറ്റിക്സ് എന്ന് പറയുന്നത് ബയോളജിയുടെ ഒരു ബ്രാഞ്ച് ആണ്. എന്തിനെ കുറിച്ചാണ് ആ ബയോളജിയിൽ ആ ബ്രാഞ്ച് പഠിക്കുന്നതെന്ന് അറിയോ? ഇൻഹെറിറ്റൻസിനെയും വേരിയേഷനെയും കുറിച്ച് പഠിക്കുന്ന ബയോളജിയിലെ ബ്രാഞ്ചിനെയാണ് നമ്മൾ ജെനറ്റിക്സ് എന്ന് പറയുന്നത്. സോ സ്വാഭാവികമായിട്ടും അപ്പൊ നിങ്ങളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ഇൻഹെറിറ്റൻസ്, അതുപോലെ എന്താണ് വേരിയേഷൻ എന്നുള്ളതാവും. നിങ്ങൾക്കറിയാം ഒരു ആനക്കുട്ടി തന്നെയാണ് ഉണ്ടാവുന്നത് അല്ലെ. ഒരു പൂച്ചയ്ക്ക് ഒരു പൂച്ചേന്റെ അതേപോലെ അച്ഛന്റെയും അമ്മേന്റെയും പോലെ റിസംബിൾ ചെയ്യുന്ന ഒരു കുട്ടിയാണ് ഉണ്ടാവുന്നത്. ഇനി നിങ്ങളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും റിസംബിൾ ചെയ്യുന്നുണ്ട്, ശരിയാണല്ലോ. എന്താണ് നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും റിസംബിൾ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്? നിങ്ങളുടെ അച്ഛന്റെയും അമ്മയുടെയും ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഹൈറ്റ്, സ്കിൻ കളറ്, മുടിയുടെ ടെക്സ്ചർ, ഷേപ്പ്, അതുപോലെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന സംതിങ് ആ പാരന്റ്സിൽ നിന്നും നിങ്ങളിലേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോ പാരന്റ്സിൽ നിന്നും ക്യാരക്ടേഴ്സ് നിങ്ങളിലേക്ക് എത്തുന്നത്, അതായത് ഓസ്പ്രിങ്സിലേക്ക് എത്തുന്നതിനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയാ. പാസിംഗ് ഓഫ് ട്രെയ്റ്റ്സ് ഫ്രം പാരന്റ്സ് ടു ദെയർ ചിൽഡ്രൻ. പാരന്റ്സിൽ നിന്നും കുട്ടികളിലേക്ക് ക്യാരക്ടേഴ്സ് അഥവാ ട്രെയ്റ്റ്സ് എത്തുന്നതിനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയാ. ആൻഡ് അപ്പൊ നിങ്ങൾ നോക്ക്, ഈ ഇൻഹെറിറ്റൻസ് കാരണമാണ് മകൻ അച്ഛന്റെ പോലെ റിസംബിൾ ചെയ്യാനുള്ള കാരണം, ശരിയല്ലേ? അച്ഛന്റെ ക്യാരക്ടേഴ്സ് പലതും മകനിലേക്ക് എത്തുന്നുണ്ട്. ഇനി അച്ഛനും മകനും എക്സാക്ട് ഫോട്ടോ കോപ്പി ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളൊരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അച്ഛന്റെ ഫോട്ടോ കോപ്പി ആണോ? അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആള് ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അമ്മയുടെ ഫോട്ടോ കോപ്പി ആണോ? ഒരിക്കലും അല്ല. ചെറിയൊരു വ്യത്യാസമുണ്ട് അല്ലെ. അതായത് പാരന്റ്സിൽ നിന്നും കുട്ടി ഉണ്ടാവുന്ന സമയത്ത്, ഓസ്പ്രിങ് ഉണ്ടാവുന്ന സമയത്ത് പാരന്റ്സുമായിട്ട് സിമിലാരിറ്റി ഉണ്ട്, പക്ഷേ there are differences. അങ്ങനെ ഡിഫറൻസസ് വരുന്നതിനെയാണ് നമ്മൾ വേരിയേഷൻസ് എന്ന് പറയുക. ദ ഡിഫറൻസസ് ഇൻ ട്രെയ്റ്റ്സ് എമംഗ് ഇൻഡിവിജ്വൽസ് ഓഫ് ദ സെയിം സ്പീഷീസ്. അതായത് അച്ഛനിൽ നിന്നും കുട്ടി ഉണ്ടാവുന്ന സമയത്ത്, ഒരു ആൺകുട്ടി ഉണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ പാരന്റ്സിൽ നിന്നും ഓസ്പ്രിങ്സ് ഉണ്ടാവുന്ന സമയത്ത് പാരന്റ്സിനെ കുട്ടികൾ റിസംബിൾ ചെയ്യും. അതുപോലെ തന്നെ പാരന്റ്സിൽ നിന്നും ചെറിയ ചെറിയ വ്യത്യാസം കുട്ടികൾ കാണിക്കും. അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അച്ഛനും അമ്മയ്ക്കും 3 ആൺകുട്ടികൾ ഉണ്ടെന്ന് വിചാരിക്കുക. ആ 3 ആൺകുട്ടികളും ഒരുപോലത്തെ ആൺകുട്ടികളായിരിക്കുമോ? ഇല്ല, സിമിലാരിറ്റീസ് ഉണ്ടാവും, പക്ഷെ ഡിഫറൻസസ് ഉണ്ടാവും. അങ്ങനെ ഡിഫറൻസസ് കാണിക്കുന്നതിനെയാണ് നമ്മൾ വേരിയേഷൻസ് എന്ന് പറയാ. അപ്പം ഇൻഹെറിറ്റൻസ് എങ്ങനെയാണ് നടക്കുന്നത്, അതുപോലെ എന്താണ് വേരിയേഷൻ ഉള്ള കാരണം എന്ന് പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് ബയോളജിയുടെ പേരാണ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലായല്ലോ. അപ്പൊ എന്താണ് വേരിയേഷൻ എന്നുള്ളതിന്റെയൊക്കെ സയന്റിഫിക് ബേസിസ് നമ്മൾ മനസ്സിലാക്കിയത് ഈ മെന്റലിനൊക്കെ ശേഷമാണ്.
നമ്മൾ പറയും, നിങ്ങൾക്ക് ഏറ്റവും അറിയാം, ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് ജെനറ്റിക്സിന് വേണ്ടി കോൺട്രിബ്യൂഷൻസ് നടത്തിയ സയന്റിസ്റ്റ് ആണ് ഗ്രിഗർ മെൻഡൽ. നമുക്ക് പഠിക്കാനുണ്ട്. അതിന്റെ മുന്നേ തന്നെ ഞാൻ പറയട്ടെ, ഈ മെൻഡലിന്റെ കാലഘട്ടത്തിന് ശേഷമാണ് ജെനറ്റിക്സ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ഉണ്ടാവുന്നത്. ആൻഡ് ഇൻഹെറിറ്റൻസ് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ വേരിയേഷൻ ഉള്ള സയന്റിഫിക് ആയിട്ടുള്ള കാരണം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ വേരിയേഷന്റെ ഒക്കെ സയന്റിഫിക് ആയിട്ടുള്ള കാരണം മനസ്സിലാക്കുന്നതിന്റെ മുന്നേ തന്നെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവുന്ന കുട്ടികളിൽ വ്യത്യാസം കാണും എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ മനുഷ്യര് സയന്റിഫിക് ബേസിസ് അറിയുന്നതിന്റെ മുന്നേ തന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കാര്യങ്ങളാണ് പിന്നീട് NCERT-യിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് വേരിയേഷൻ എന്താ എന്നുള്ളത് സയന്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഏത് കാലം മുന്നേ വരെയാണ് നമ്മൾ വേരിയേഷന്റെ സാധ്യതകൾ ഉപയോഗിച്ചത് എന്ന് ചോദിച്ചാൽ 8000 BC to 1000 BC ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ നമ്മൾ വേരിയേഷൻസ്, സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണെങ്കിൽ ഉണ്ടാവുന്ന കുട്ടികൾ വ്യത്യസ്തമായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. സയന്റിഫിക് ബേസിസ് ഒന്നും അറിയില്ല. അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട്, അതിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ബ്രീഡിങ് വഴി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സെലക്ഷൻ വഴി ഡിഫറെന്റ് ബ്രീഡ്സിനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വേരിയേഷനെ വിത്തൗട്ട് നോയിങ് അതിന്റെ സയന്റിഫിക് ബേസിസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ? ആർട്ടിഫിഷ്യൽ സെലക്ഷൻ. അപ്പൊ ആർട്ടിഫിഷ്യൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മനുഷ്യന്മാര് ബ്രീഡിങ് ചെയ്യണം. അതായത് മനുഷ്യന്മാര് അവർക്ക് വേണ്ട ക്യാരക്ടറിനനുസരിച്ച്, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, പശു, ഏറ്റവും കൂടുതൽ പാല് തരുന്ന പശുവിനെ മാത്രം മെയ്റ്റ് ചെയ്യാൻ അനുവദിച്ചുകൊണ്ട് പുതിയ ഒരു ബ്രീഡ് പശുവിനെ ഉണ്ടാക്കിയെടുക്കുക, അത് ആർട്ടിഫിഷ്യൽ സെലക്ഷന്റെ എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ പല ഹൈ ഈൽഡിങ് ക്രോപ്പുകൾ, ബ്രോയിലർ ചിക്കൻ, ഇതെല്ലാം ആർട്ടിഫിഷ്യൽ സെലക്ഷനുള്ള എക്സാമ്പിൾ ആണ്. നമുക്ക് NCERT-യിൽ പഠിക്കാനുള്ളത് പഞ്ചാബില് ഉണ്ടായി വന്ന ഒരു വെറൈറ്റി ഓഫ് കൗ ആണ്. ഈ ചിത്രത്തിൽ കാണുന്ന കൗ ആണ് സഹിവാൾ കൗ. എവിടെയാണ് സഹിവാൾ എന്ന് പറയുന്ന ബ്രീഡ് ഉള്ളത് എന്ന് ചോദിച്ചാല് പഞ്ചാബിലാണ് ഉള്ളത്, പഞ്ചാബിൽ. അപ്പൊ വൈൽഡ് കൗവിൽ നിന്നും, അതായത് ആർട്ടിഫിഷ്യൽ സെലക്ഷൻ ഒക്കെ നടത്തുന്നതിന്റെ മുന്നേ പശു എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ഉണ്ട് അല്ലെ, അതിന് വൈൽഡ് കൗ എന്ന് പറയാം. വൈൽഡ് കൗവിൽ നിന്നും ഡിസീസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഹൈ മിൽക്ക് ഈൽഡ് തരുന്ന പശുവിനെ സെലക്റ്റീവ്ലി ബ്രീഡ് ചെയ്തുണ്ടാക്കി എടുത്തൊരു ബ്രീഡ് ഓഫ് കൗ ആണ് സഹിവാൾ കൗ എന്ന് പറയുന്നത്. ഡിസീസ് റെസിസ്റ്റന്റ് ആണ്. 8 മുതൽ 10 ലിറ്റർ പാല് കിട്ടും. ഏറ്റവും കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്തത് 15 ലിറ്റർ വരെ പാല് കിട്ടുന്നതാണ്. അപ്പൊ വൈൽഡ് കൗവിൽ നിന്നും എത്രയോ അധികം പാല് ഈൽഡ് തരുന്ന ഒരു പശുവാണ് സഹിവാൾ കൗ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒരു ആർട്ടിഫിഷ്യൽ സെലക്ഷൻ ഉള്ള എക്സാമ്പിൾ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ സെലക്ഷൻ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവുന്ന കുട്ടികളിൽ വേരിയേഷൻസ് കാണിക്കും. ആ വേരിയേഷൻസ് നമുക്ക് ഫേവറബിൾ ആയിട്ട് വേരിയേഷൻ ഉള്ള കുട്ടികളെ നമുക്ക്, അപ്പം ഈ ഒരു പശുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഏറ്റവും കൂടുതൽ പാല് തരുന്ന പശുവിനെ മനുഷ്യന്മാർ ആർട്ടിഫിഷ്യലി സെലക്ട് ചെയ്തുകൊണ്ടാണ് പുതിയ തലമുറ ഉണ്ടാക്കി വന്നപ്പോഴാണ് സഹിവാൾ കൗ പോലെയുള്ള കൗ ബ്രീഡ്സ് ഉണ്ടായി വന്നത്. ഇനി മറ്റൊരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോഗ് ബ്രീഡ്സ് ആണ് അല്ലെ. നമുക്കറിയാം, ഇന്ന് 100-ലധികം ഡോഗ് ബ്രീഡുകൾ ഉണ്ട്. നമുക്ക് 150-ലധികം ഡോഗ് ബ്രീഡ്സ് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ഡോഗ് ബ്രീഡാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഈ ഒരു സ്പീഷീസിന്റെ പേരാണ് ഗ്രേറ്റ് ഡെയിൻ. അയാള് 2 കാലിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളെക്കാട്ടിലൊക്കെ ഉയരണ്ടായിരിക്കും. ഓക്കെ, ഇനി ലോകത്തിലെ ഏറ്റവും ചെറിയ ബ്രീഡാണ് ഷിവാവ എന്ന് പറയുന്നത്. സ്മോളസ്റ്റ് ഡോഗ് ബ്രീഡാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഈ 2 ബ്രീഡ്സ് ഓഫ് ഡോഗ്സും ഒരേ ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്നുമാണ് ഉണ്ടായത് എന്നുള്ളത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? പെട്ടെന്ന് കണ്ടാൽ ഒരാൾക്ക് അത് സമ്മതിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. മനുഷ്യന്മാരെ ആർട്ടിഫിഷ്യലി ബ്രീഡ് ചെയ്ത് എടുത്തതാണ് ഇന്ന് കാണുന്ന 150-ലധികം ഡോഗ് വെറൈറ്റീസ് എന്ന് പറയുന്നത്.
മനസ്സിലായോ? അപ്പൊ നമ്മളുടെ പോയിന്റ് എന്ന് പറയുന്നത് വേരിയേഷന്റെ സയന്റിഫിക് ബേസിസ് എന്താ എന്ന് മനസ്സിലാക്കുന്നതിന്റെ മുന്നേ തന്നെ മനുഷ്യന്മാർ 8000 BC മുതൽ 1000 BC ഇതിന്റെ ഇടയിലൊക്കെ വിത്തൗട്ട് നോയിങ് ദ സയന്റിഫിക് ബേസിസ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്ന സാധ്യത എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊരു എക്സാമ്പിൾ ആണ് ആർട്ടിഫിഷ്യൽ സെലക്ഷൻ. നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾ ആണ് ആർട്ടിഫിഷ്യൽ സെലക്ഷൻ ഉള്ള ഒരു എക്സാമ്പിൾ ആണ് സഹിവാൾ കൗ ഇൻ പഞ്ചാബ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി, എന്താണ് ജെനറ്റിക്സ് എന്ന് പറഞ്ഞ് സ്ട്രീം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആരാണ് ജെനറ്റിക്സ് എന്ന് പറഞ്ഞ ഈ ബ്രാഞ്ചിന് തുടക്കം കുറിച്ച ആള് എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം ഗ്രിഗർ ജൊഹാൻ മെൻഡൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ്, ഇദ്ദേഹമാണ് ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്നറിയപ്പെടുന്നത്. സോ ഗ്രിഗർ മെൻഡൽ ജനിച്ച വർഷം എന്ന് പറയുന്നത് 1822 ഇദ്ദേഹം ജനിക്കുന്നത്. ഗ്രിഗർ മെൻഡൽ ഒരു പള്ളിയിലച്ഛനായിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പള്ളിയുടെ സൈഡിലായിട്ട് ഇതുപോലത്തെ ചെറിയ ഒരു മുറ്റത്താണ് അദ്ദേഹം ഈ എക്സ്പെരിമെന്റ് എല്ലാം കണ്ടക്ട് ചെയ്തത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ലോകത്തിലെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള റിസർച്ച് നമുക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിനൊന്നും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള വലിയ മെഷീൻസ് ഒന്നും വേണ്ട. സിമ്പിൾ ആയിട്ടുള്ള ഒരു സെറ്റപ്പിൽ നമുക്ക് ഗ്രൗണ്ട് ബ്രേക്കിംഗ് റിസർച്ച് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് മെന്റൽ കാണിച്ചു തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ഈ ഒരു ചെറിയൊരു മുറ്റത്താണ് അദ്ദേഹം, പള്ളിയോട് ചേർന്നൊരു മുറ്റത്താണ് നമ്മളുടെ ഇനി പഠിക്കാൻ പോകുന്ന എക്സ്പെരിമെന്റ് എല്ലാം കണ്ടക്ട് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം മെന്റൽ എക്സ്പെരിമെന്റ് നടത്തിയത് എന്ത് മോഡൽ ഓർഗാനിസത്തിലാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇതാണ് മെന്റൽ എക്സ്പെരിമെന്റിന് ഉപയോഗിച്ചിരുന്ന മോഡൽ ഓർഗാനിസം എന്ന് പറയുന്നത്. മോഡൽ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ എന്താ എന്നുള്ളത് നിങ്ങൾ അറിയോ? എക്സ്പെരിമെന്റിന് ഉപയോഗിക്കുന്ന ഓർഗാനിസത്തിനെയാണ് നമ്മൾ മോഡൽ ഓർഗാനിസം എന്ന് പറയുന്നത് അല്ലേ? പീ പ്ലാന്റിലാണ് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത്. വെറും പീ പ്ലാന്റ് അല്ല, ഗാർഡൻ പീ പ്ലാന്റ്. അപ്പൊ നമ്മളുടെ ഇവിടെ നമ്മൾ പച്ചക്കറിയായിട്ട് ഉപയോഗിക്കുന്ന പീ പ്ലാന്റ് അല്ല, കുറച്ചും കൂടെ വലിയ വെറൈറ്റി ഓഫ് പീ പ്ലാന്റ് ആണ് ഗാർഡൻ പീ പ്ലാന്റ്. ഈ പ്ലാന്റിലാണ് ഇദ്ദേഹം എക്സ്പെരിമെന്റ് ചെയ്യാൻ ചൂസ് ചെയ്തത്. അത് വളരെ മികച്ച ഒരു സെലക്ഷൻ ആയിരുന്നു ആക്ച്വലി. അതുകൊണ്ടാണ് അദ്ദേഹം സക്സസ്ഫുൾ ആവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. പീ പ്ലാന്റ് തന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഈസിലി അവൈലബിൾ ആയിരുന്നു, ക്രോസ് ചെയ്യാൻ എളുപ്പമാണ്, ഒരു വർഷം തന്നെ മൾട്ടിപ്പിൾ സീസൺസ് ഉള്ള പ്ലാന്റ് ആണ്, ഒരു ക്രോസിംഗിൽ തന്നെ മൾട്ടിപ്പിൾ സീഡ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉള്ളത് കൊണ്ടാണ് പീ പ്ലാന്റിൽ തന്നെ അദ്ദേഹം എക്സ്പെരിമെന്റ് കണ്ടക്ട് സെലക്ട് ചെയ്യാനുള്ള കാരണം. അപ്പൊ ഈ പീ പ്ലാന്റിന്റെ സയന്റിഫിക് നെയിം എന്താന്ന് ചോദിച്ചാൽ, ഗാർഡൻ പീ പ്ലാന്റിലാണ് എക്സ്പെരിമെന്റ് ചെയ്തത്. സയന്റിഫിക് നെയിം എന്താന്ന് ചോദിച്ചാല് ഫൈസം സറ്റൈവം എന്നാണ് പേര്. ഫൈസം സറ്റൈവം. സോ മെന്റൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ ഉപയോഗിച്ച മോഡൽ ഓർഗാനിസം എന്ന് പറയുന്നത് ഗാർഡൻ പീ പ്ലാന്റ് ആണ്. ആൻഡ് ദ സയന്റിഫിക് നെയിം ഈസ് ഫൈസം സറ്റൈവം. ക്ലിയർ? ഇനി മെന്റൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ ഏത് വർഷമാണ് എക്സ്പെരിമെന്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് എന്ന് ചോദിച്ചാൽ 1856 ഇദ്ദേഹം എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്തത്. എക്സ്പെരിമെന്റ് എൻഡ് ചെയ്തത് 1863 ആൻഡ് റിസൾട്ട് എല്ലാം പബ്ലിഷ് ചെയ്തത് 1865 അപ്പൊ നോക്ക്, സ്റ്റാർട്ട് ചെയ്ത വർഷം എന്ന് പറയുന്നത് 1856 ആയിരുന്നു. ആൻഡ് എക്സ്പെരിമെന്റ് എല്ലാം കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞത് 1863 എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇനി ഗ്രിഗർ മെന്റൽ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് 61 വയസ്സ് വരെയാണ് ജീവിച്ചിരുന്നത്. ആൻഡ് ഒരു 61ാമത്തെ വയസ്സിൽ കിഡ്നി അസുഖം വന്ന് മരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ലൈഫ് ടൈമിൽ ഇദ്ദേഹത്തിന്റെ വർക്ക് ആരും ഡിസ്കവർ ചെയ്തിട്ടില്ല. അതായത് ഗ്രിഗർ മെന്റൽ പറഞ്ഞ കോൺസെപ്റ്റുകൾ ക്ലിയർ ആണ് എന്നുള്ളത് അന്ന് ഉണ്ടായിരുന്ന സയന്റിസ്റ്റുകൾ ആരും സമ്മതിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷെ മെന്റൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള സയന്റിസ്റ്റ് ആയിരുന്നോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ഉത്തരം പറയാ? തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആയിട്ടുള്ള സയന്റിസ്റ്റ് ആണ്. കാരണം എന്താ, നമ്മൾ തന്നെ നേരത്തെ പറഞ്ഞു, ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് അറിയപ്പെടണമെങ്കിൽ അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇന്നും വാലിഡ് ആയതുകൊണ്ടല്ലേ. ജെനറ്റിക്സ് എന്ന് പറഞ്ഞ ബ്രാഞ്ചിന്റെ ഒരു തുടക്കം കുറിച്ചത് ഇദ്ദേഹം അല്ലേ. അപ്പം
അടിപൊളി റിസർച്ച് ആണ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 1900കളുടെ തുടക്കം വരെ പുള്ളിക്കാരന്റെ വർക്ക് മറ്റ് സയന്റിസ്റ്റുകളെ ഡിസ്കവർ ചെയ്തിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ് ഇദ്ദേഹം കണ്ടക്ട് ചെയ്തത്. അപ്പോൾ മെന്റൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞു. എന്താണ് മെന്റലിന്റെ സക്സസിനുള്ള കാരണം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ റീസൺസ് ഫോർ മെന്റൽ സക്സസ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഗ്രിഗർ മെന്റൽ എന്ന് പറയുന്ന ഈ സയന്റിസ്റ്റിന് യൂണിവേഴ്സിറ്റി ഓഫ് വിയന്ന എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ ഫോർമൽ എഡ്യൂക്കേഷൻ മാത്സിലും ബോട്ടണിയിലും ഒക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ സ്കിൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ സ്കിൽ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ 1856 എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. അന്ന് ബോട്ടണി ഒരു ബ്രാഞ്ച്, മാത്തമാറ്റിക്സ് വേറൊരു ബ്രാഞ്ച്, ഇങ്ങനെ 2 സെപ്പറേറ്റ് ബ്രാഞ്ച് ആയിട്ടായിരുന്നു അന്നുള്ള സയന്റിസ്റ്റുകൾ എല്ലാവരും കണ്ടിരുന്നത്. മെന്റൽ ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ മാത്തമാറ്റിക്സ് ബോട്ടണിയുമായിട്ട് അതർ ബ്രാഞ്ച് ഓഫ് സയൻസുമായിട്ട് കൂട്ടി യോജിപ്പിച്ച് വൺ ഓഫ് ദ ഫസ്റ്റ് സയന്റിസ്റ്റുകൾ. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആൻഡ് ലോജിക് ടു ബയോളജി. ഇന്ന് നമുക്കറിയാം, ഇന്ന് ഏതൊരു ശാസ്ത്രമേഖല ആയിക്കോട്ടെ വർക്ക് പബ്ലിഷ്ഡ് ആവണമെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ചെയ്യേണ്ടതുണ്ട് അല്ലേ? അപ്പൊ അന്നേ ഇദ്ദേഹം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ മേഖല സയൻസിലേക്ക്, ബയോളജി പോലെയുള്ള സയൻസിലേക്ക് അപ്ലൈ ചെയ്തു. അതുകൊണ്ട് മെന്റൽ ഹൈലി സക്സസ്ഫുൾ ആയി മാറി. കാരണം ഇപ്പോഴും അദ്ദേഹത്തിന്റെ റിസൾട്ട് വെരി മച്ച് വാല്യൂബിൾ ആണ്. ക്ലിയർ ആണല്ലോ ഒന്നാമത്തെ പോയിന്റ്. ഇനി വലിയ സാമ്പിൾ സൈസിലാണ് അദ്ദേഹം എക്സ്പെരിമെന്റ് നടത്തിയത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യമാണ്, ഞാൻ ഇപ്പൊ തന്നെ ഒന്നും കൂടി പറയുക എന്നേ ഉള്ളൂ. അദ്ദേഹം പാരന്റൽ പ്ലാന്റ്സ് എടുത്തു, എന്നിട്ട് ക്രോസ് നടത്തി, എന്നിട്ട് F1 ജനറേഷൻ ഉണ്ടാക്കി ആൻഡ് F2 ജനറേഷൻ ഉണ്ടായി. F2 ജനറേഷനിലെ റേഷ്യോ 3:1 എന്നൊക്കെ പറഞ്ഞു. ഇതൊരിക്കലും 10ഓ 12ഓ പ്ലാന്റിൽ നടത്തിയിട്ടുള്ള റേഷ്യോ അല്ല പറയുന്നത്. 4000ഓ 6000ഓ പ്ലാന്റ്സിന്റെ റേഷ്യോ എന്ന് കിട്ടുന്ന ഡാറ്റ അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ മിനിമം ഒരു 700 അല്ലെങ്കിൽ 1000 ഒക്കെ സാമ്പിൾ സൈസ് ഡാറ്റ വെച്ചിട്ടാണ് അദ്ദേഹം അനലൈസ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ 10ഓ 15ഓ സാമ്പിൾസ് കളക്ട് ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്തിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യല്ല അദ്ദേഹം ചെയ്തത്. വലിയ ഡാറ്റയിൽ വർക്ക് ചെയ്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വിശ്വസനീയമായിട്ടുള്ള അല്ലെങ്കിൽ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഡാറ്റ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നത്. അതാണ് രണ്ടാമത്തെ റീസൺ ഫോർ സക്സസ് എന്ന് പറയുന്നത്. ഇനി ഒരു ജനറേഷനിൽ മാത്രമല്ല എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്ത്. അദ്ദേഹം പാരന്റൽ ജനറേഷൻ എന്ന് പറയുന്ന പാരന്റ്സിന്റെ ഒരു ജനറേഷൻ എടുക്കും, അതിൽ നിന്നും ക്രോസിംഗ് നടത്തിയാൽ ഉണ്ടാവുന്ന സെക്കൻഡ് ജനറേഷൻ, അതായത് F1 ജനറേഷൻ ഉണ്ടാക്കിയെടുക്കും. അതിൽ നിന്നും F2 ജനറേഷൻ അനലൈസ് ചെയ്യും. അതായത് പാരന്റൽ ജനറേഷൻ, F1 ജനറേഷൻ, അടുത്ത ജനറേഷൻ, അതും കഴിഞ്ഞുള്ള ജനറേഷൻ F2 ജനറേഷൻ, ഇങ്ങനെ അക്രോസ് മെനി ജനറേഷൻസിലുള്ള ഡാറ്റ അദ്ദേഹം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ജനറേഷനിലുള്ള ഡാറ്റ മാത്രമല്ല നോക്കിയത് എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ റിലയബിൾ ആയിരുന്നു ഡാറ്റ എന്ന് പറയുന്നത്. അതാണ് മൂന്നാമത്തെ റീസൺ ഫോർ മെന്റൽ സക്സസ്. ഇനി നാലാമത്തെ റീസണിൽ വരികയാണെന്നുണ്ടെങ്കിൽ, അദ്ദേഹം ചൂസ് ചെയ്ത പൈസം സറ്റൈവം എന്ന് പറയുന്ന പ്ലാന്റിന് 7 ക്യാരക്ടർ ആണ് അദ്ദേഹം ഒബ്സർവ് ചെയ്തത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഫ്ലവർ കളർ എടുക്കാം. ആ ഫ്ലവർ കളറിന് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രെയ്റ്റുകൾ ഉണ്ട്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എന്താ എടുത്തത്? ഫ്ലവർ കളർ അല്ലെ? ഫ്ലവർ കളറിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ട്രെയ്റ്റുകളിൽ വരുന്നുണ്ട്. അതായത് വയലറ്റ് കളർ ഫ്ലവറും വരുന്നുണ്ട്, വൈറ്റ് കളർ ഫ്ലവറും വരുന്നുണ്ട്. അപ്പൊ ഓപ്പോസിറ്റ്, അതായത് കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് ആയിട്ടുള്ള ട്രെയ്റ്റ് അല്ലെ? ഒരു വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, പോഡ് കളർ, സീഡിന്റെ ഒക്കെ തോട്, അതാണ് പോഡ് എന്ന് പറയുന്നത്. പോഡിന്റെ കളർ യെല്ലോയിലും വരുന്നുണ്ട്, ഗ്രീനിലും വരുന്നുണ്ട്. അപ്പൊ കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ് ഉള്ള പൈസം സറ്റൈവത്തിനെയാണ് അദ്ദേഹം ചൂസ് ചെയ്തത്. ആ കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്, അതായത് വളരെ വിസിബിൾ ആയിട്ടുള്ള ബ്ലാക്കും വൈറ്റും പോലെയുള്ള കോൺട്രാസ്റ്റിംഗ് വ്യത്യാസം കാണിക്കുന്ന ക്യാരക്ടേഴ്സ് ഉള്ള ആളായിരുന്നു പൈസം സറ്റൈവ് എന്ന് പറയുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ ഒരു സക്സസിനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പം ഗ്രീനും അതുപോലെ യെല്ലോയും സീഡ് കളർ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഏതൊരാൾക്കും പെട്ടെന്ന് മനസ്സിലാവും. വളരെ വിസിബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണത്.
അതാണ് സക്സസിനുള്ള ഒരു കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ബയോളജിയിൽ കൊണ്ടുവന്നു, അതുകൊണ്ട് ഇന്നും അത് റെലവെന്റ് ആണ്. ഇനി വലിയ സാമ്പിൾ സൈസിൽ ആയിരങ്ങളായിരുന്നു സാമ്പിൾ സൈസ് എന്ന് പറയുന്നത്, അതുകൊണ്ട് തന്നെ റിലയബിൾ ഡാറ്റ ആയിരുന്നു. അക്രോസ് മെനി ജനറേഷൻ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തു, അതുകൊണ്ടും ഇന്നും അത് വാല്യൂബിൾ ആണ് ആ ഡാറ്റ എന്ന് പറയുന്നത്. ആൻഡ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉള്ള, കോൺട്രാസ്റ്റിംഗ് ട്രേറ്റുകളുള്ള, ഓപ്പോസിംഗ് ട്രേറ്റുകളുള്ള ക്യാരക്ടേഴ്സ് ആണ് ചൂസ് ചെയ്തത്. അതായത് പീ പ്ലാന്റ് എന്ന് പറയുന്ന ഈ പീ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കണ്ട മോഡൽ ഓർഗാനിസം ഉണ്ടല്ലോ, ആ സെലക്ഷൻ പോലും ബ്രില്യന്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട 4 റീസൺസ് ഫോർ മെന്റൽ സക്സസ്. അപ്പൊ നമ്മൾ പറഞ്ഞു 7 ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ മെന്റൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്തത്. ആ 7 ക്യാരക്ടേഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ട്രേറ്റുകൾ ഉണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു ക്യാരക്ടർ, എന്താണ് ഒരു ട്രേറ്റ് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഡെഫിനിഷനെയും കാട്ടിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മച്ച് ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതെന്താ കാര്യം എന്നുള്ളത് ഒരു എക്സാമ്പിളിലൂടെ പറയാണ്. അതായത് എന്റെ ഹൈറ്റ്, ഒരു കുട്ടിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാണ്. സ്കിൻ കളർ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാണ്. ഐ കളർ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാണ്. അയാളുടെ ഫീച്ചറാണ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ആ ക്യാരക്ടറിന്റെ ഒരു ടൈപ്പാണ് ട്രെയ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ആദ്യത്തെ ക്യാരക്ടറിന് എക്സാമ്പിൾ എടുക്കാം. ഹൈറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാണ്. അതിൽ 2 ടൈപ്പ് ക്യാരക്ടേഴ്സ് വരുന്നത്, 2 ടൈപ്പ് ട്രെയ്റ്റുകളാണ് വരുന്നത്. എന്താ, ടോൾ ആയിട്ടുള്ള ഒരാൾ ഒരു ട്രെയ്റ്റ്, ഡ്വാർഫ് ആയിട്ടുള്ള ഒരാൾ മറ്റൊരു ട്രെയ്റ്റ്. ഹൈറ്റ് ക്യാരക്ടർ, ട്രെയ്റ്റ്സ് ടോൾ ആൻഡ് ഡോർഫ്. ഇനി നമ്മൾ രണ്ടാമത്തെ എക്സാമ്പിൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, സ്കിൻ കളർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ഡാർക്ക്, ലൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ ട്രെയ്റ്റുകളാണ്. മനസ്സിലായോ? ഇനി ഐ കളർ ക്യാരക്ടറാണ്, അതിന്റെ 2 ട്രെയ്റ്റുകളാണ് ബ്ലൂ ആൻഡ് ബ്രൗൺ ഐ കളർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ക്യാരക്ടർ എന്ന് പറയുന്നത് ഹൈറ്റ്, അതുപോലെ അതിൽ വരുന്ന ട്രെയ്റ്റുകളാണ് ടോള്, ഡോർഫ് എന്ന് പറയുന്ന ട്രെയ്റ്റുകൾ. മെന്റല് പീ പ്ലാന്റില് ചൂസ് ചെയ്തത് 7 ക്യാരക്ടേഴ്സ് ആയിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രെയ്റ്റുകൾ ഉണ്ടാവും. ശരിയല്ലേ? അപ്പൊ നോക്ക്, ചില പീ പ്ലാന്റില് വരുന്ന സീഡിന്റെ കളർ എന്ന് പറയുന്നത് യെല്ലോ ആണ്. അപ്പൊ സീഡ് കളറാണ് ക്യാരക്ടർ, യെല്ലോ എന്ന് പറയുന്നത് ട്രെയ്റ്റ് ആണ്. മറ്റു ചില ആൾക്കാർക്ക് ഗ്രീൻ എന്ന കളറാണ് ഉണ്ടാവുക. സോ ഗ്രീൻ ആൻഡ് യെല്ലോ ആർ ട്രെയ്റ്റ്സ് ഓഫ് ക്യാരക്ടർ സീഡ് കളർ. ശരിയല്ലേ? ഇനി രണ്ടാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് സീഡിന്റെ ഷേപ്പ് ആണ്. ചില പ്ലാന്റ്സിൽ റൗണ്ട് ഷേപ്പ് ആണ് ഉണ്ടാവുക, ചിലതില് റിങ്കിൾഡ് ആണ്. സോ ക്യാരക്ടർ ഈസ് ഷേപ്പ്, ട്രെയ്റ്റ് ഈസ് റൗണ്ട് ആൻഡ് റിങ്കിൾഡ്. ഓപ്പോസിറ്റ് ട്രെയ്റ്റ് ആണല്ലോ ഉള്ളത്, വിസിബിൾ ആയിട്ടുള്ള ട്രെയ്റ്റ് ആണല്ലോ ഉള്ളത്. ഇനി മൂന്നാമത്തത് പോഡിന്റെ കളർ. ചില ആളുകൾക്ക് ഗ്രീൻ പോഡ് കളർ ഉണ്ടാവും. അതായത് ഈ പോഡ് എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്, ഈ പോഡിന്റെ അകത്താണ് സീഡുകൾ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ പോഡിന്റെ കളർ ഗ്രീൻ ടൈപ്പും ഉണ്ട് ആൻഡ് യെല്ലോ ടൈപ്പും ഉണ്ട്. അപ്പൊ പോഡ് കളറാണ് ക്യാരക്ടർ, ഗ്രീനും യെല്ലോയുമാണ് ട്രെയ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി അതുപോലെ പോഡിന്റെ ഷേപ്പ്, ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള പോഡുണ്ട്, ഇതുപോലെ വീർത്ത് നിൽക്കുന്ന പോഡുണ്ട്, ആൻഡ് കൺസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള പോഡും ഉണ്ട്. അപ്പൊ ഇതാണ് 2 ട്രെയ്റ്റുകൾ ഓഫ് ക്യാരക്ടർ, പോഡ്, ഷേപ്പ്. ക്ലിയർ? ഇനി ഫ്ലവർ നമ്മൾ നോക്കുകയാണെങ്കിൽ വയലറ്റ്, പർപ്പിൾ കളറിലുള്ള ഫ്ലവറും ഉണ്ട്, വൈറ്റ് കളറിലുള്ള ഫ്ലവർ ഉണ്ട്. അപ്പൊ പർപ്പിൾ, വൈറ്റ് എന്ന് പറയുന്നത് 2 ട്രെയ്റ്റുകളാണ്. ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 ട്രെയ്റ്റുകളാണല്ലോ. അതായത് കണ്ടാൽ ആർക്കും മനസ്സിലാവുന്ന 2 ട്രെയ്റ്റുകളാണല്ലോ. യെസ്. ഇനി ഫ്ലവറിന്റെ പൊസിഷൻ, ചില പ്ലാന്റ്സിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അറ്റത്തായിരിക്കും ഒരു പ്ലാന്റിന്റെ ഒരു എൻഡിലായിരിക്കും എന്തുണ്ടാവുക, ഫ്ലവർ ഉണ്ടാവുക. അതിനാണ് നമ്മൾ ടെർമിനൽ എന്ന് പറയുക. ടെർമിനൽ എന്ന് പറഞ്ഞാൽ എൻഡ്. ഓക്കെ, ഇനി എൻഡ് അല്ലാത്തൊരു സ്ഥലത്ത് നോക്ക്, ഇവിടെ ഒരു ഫ്ലവർ, ഇവിടെ ഒരു ഫ്ലവർ, ഇവിടെ ഒരു ഫ്ലവർ. എൻഡ് അല്ലാത്ത മറ്റ് സ്ഥലങ്ങളിലായിട്ട് ഫ്ലവറിന് പൊസിഷൻ ഉള്ള ആ ടൈപ്പ് പ്ലാന്റ്സിനാണ് നമ്മൾ ആക്സിയൽ പ്ലാന്റ്സ് എന്ന് പറയുക. ആൻഡ് അറ്റത്താണെന്നുണ്ടെങ്കിൽ, എൻഡിലാണെന്നുണ്ടെങ്കിൽ വി വിൽ കോൾ ഇറ്റ് ആസ് ടെർമിനൽ. അപ്പൊ ഫ്ലവർ പൊസിഷൻ എന്ന് പറയുന്നത് എന്താ, ഒരു ക്യാരക്ടറാണ്. അതിന്റെ അകത്ത് വരുന്ന 2 ഓപ്പോസിറ്റ് ട്രെയ്റ്റുകളാണ് ആക്സിയൽ ഫ്ലവർ പൊസിഷൻ ആൻഡ് ടെർമിനൽ ഫ്ലവർ പൊസിഷൻ. ഇനി ഹൈറ്റ് ഓഫ് എ പ്ലാന്റ് എന്ന് പറഞ്ഞാല് ടോൾ പ്ലാന്റും ഉണ്ട്. ചില പ്ലാന്റുകൾ ടോൾ ആണ്, ചില പീ പ്ലാന്റുകൾ ഷോർട്ട് ആണ്.
അപ്പൊ ഒബിയസ്ലി അത് വിസിബിൾ ആയിട്ടുള്ള വ്യത്യാസമാണ്. കോൺട്രാസ്റ്റിംഗ് ട്രേറ്റുകളാണ് ടോളും ആൻഡ് ഡോർഫും. അപ്പൊ ഈ ഒരു ടേബിള് നമ്മൾ ഏതൊരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും നീറ്റിന് എസ്പെഷ്യലി ഈ ടേബിളിൽ നിന്നും ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ അത് എങ്ങനെയാണ് കാണാതെ പഠിക്കുക എന്നുള്ളതാണ് ഞാനിപ്പോ ഇവിടെ പറയാൻ പോകുന്നത്. അതായത് നമുക്ക് എന്താ പഠിക്കേണ്ടത്? 7 ക്യാരക്ടേഴ്സ് ഏതൊക്കെയാന്ന് പഠിക്കണം അല്ലെ? സീഡിനെ സംബന്ധിച്ചിടത്തോളം 2 ക്യാരക്ടേഴ്സ് ഉണ്ട്, സീഡ് കളറും സീഡ് ഷേപ്പും. അതുപോലെ പോഡിനെ സംബന്ധിച്ചിടത്തോളം ഇതേ ക്യാരക്ടേഴ്സ് ഉണ്ട്, എന്താ? പോഡ് കളറും പോഡ് ഷേപ്പും. ഇനി ഫ്ലവറിനെ സംബന്ധിച്ചിടത്തോളം 2 ക്യാരക്ടേഴ്സ് ഉണ്ട്, ഫ്ലവർ കളറും ആൻഡ് ഫ്ലവറിന്റെ ഷേപ്പ് ആണോ, ഫ്ലവറിന്റെ പൊസിഷൻ, ആൻഡ് ഫൈനലി ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ്. ക്ലിയർ? ഇനി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓർക്കേണ്ടത്. അത് ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഡോമിനന്റ് ക്യാരക്ടർ, എന്താണ് റെസസീവ് ക്യാരക്ടർ എന്നുള്ളത് ഇതുവരെ ഡിസ്കസ് ചെയ്തില്ല എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ നമ്മൾ എന്തായാലും അടുത്ത ക്ലാസ്സിൽ എന്തായാലും ഡോമിനന്റ് എന്താ റെസസീവ് എന്താന്ന് പഠിക്കും. അതിനുശേഷം എന്താണ് ഡോമിനന്റ് റെസസീവ് ഒന്നും കൂടെ വന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇവിടെ എഴുതിയത് എന്താന്ന് മനസ്സിലാവും. ഓക്കെ, ഞാൻ ഇവിടെ ആദ്യം ഗ്രാവിറ്റി എന്ന് എഴുതാൻ പോവാണ്. ഞാൻ ഇവിടെ ഗ്രാവിറ്റി എന്ന് എഴുതാൻ പോവാണ്. ഇതൊരു ഷോർട്ട് കട്ടാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാല്? ജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് എഴുതാൻ തോന്നുന്നത്? ജി എന്ന് പറഞ്ഞാല് ഗ്രീന്. ഓക്കെ, എങ്ങനെയാണ് ഞാൻ കാണാതെ പഠിക്കുക എന്നുള്ളൊരു ഷോർട്ട് കട്ടാ പറഞ്ഞിരുന്നത്. ആൻഡ് അതിന്റെ ഓപ്പോസിറ്റ് എന്താ ഇപ്പൊ നമ്മൾ കണ്ടത്? യെല്ലോ ആണ് കണ്ടത്. ഗ്രീന് ഡോമിനന്റ് ആയിട്ട് വരുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് പോഡ് കളറാണ്. സോ ക്യാരക്ടർ ആരുടെ ക്യാരക്ടർ നമ്മൾ പറയുന്നത്? പോഡ് കളറാണ്. ഗ്രീൻ ഡോമിനന്റ് ആൻഡ് യെല്ലോ റെസസീവ് ആയിട്ട്. ഓക്കെ, ഇനി ആർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ എഴുതാൻ തോന്നുന്നത്? റൗണ്ട് എന്നല്ല എഴുതാൻ തോന്നുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? റിങ്കിൾഡ് ആണല്ലോ. അപ്പൊ റൗണ്ട് റിങ്കിൾഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തിനെ കുറിച്ചാണെന്ന് മനസ്സിലായി കാണും. എന്താണ്? സീഡ് ഷേപ്പ് ആണ്. സീഡ് ഷേപ്പ് ആണ്. ഇനി എ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കണം ആക്സിയൽ ആണ്. ആക്സിയലിന്റെ ഓപ്പോസിറ്റ് എന്തായിരുന്നു? ആക്സിയലിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ടെർമിനൽ ആണ്. ആക്സിയൽ ആൻഡ് ടെർമിനൽ. അപ്പൊ അത് എന്തിനെ കുറിച്ചാ പറയുന്നത്? ഫ്ലവർ പൊസിഷൻ. ഫ്ലവർ പൊസിഷൻ അതിനെ കുറിച്ചല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നേ? യെസ്. ഇനി വി എന്ന് പറഞ്ഞാല് നമുക്കറിയാം വയലറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. വയലറ്റ് അതിന്റെ ഓപ്പോസിറ്റ് എന്താ നമ്മൾ കണ്ടത്? വൈറ്റ് ആണ് കണ്ടത്. സോ എന്തിനെ കുറിച്ചാ ഇത് മെൻഷൻ ചെയ്യുന്നത്? എന്തിനെ കുറിച്ചാടാ? ഫ്ലവർ കളറിനെ കുറിച്ചല്ലേ? ഫ്ലവർ കളറിനെ കുറിച്ചാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇൻഫ്ലേറ്റഡ്. ഇൻഫ്ലേറ്റഡിന്റെ ഓപ്പോസിറ്റ് എന്താ? കൺസ്ട്രിക്റ്റഡ് എന്നല്ലേ? കൺസ്ട്രിക്റ്റഡ് എന്നാണ്. അപ്പൊ എന്തിനെ കുറിച്ചാ പറയുന്നത്? പോഡ് ഷേപ്പിനെ കുറിച്ചല്ലേ നമ്മൾ അങ്ങനത്തെ ടേംസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നേ? യെസ്. ഇനി ടി എന്ന് പറഞ്ഞാൽ എന്താ? ടോള്. അതിന്റെ ഓപ്പോസിറ്റ് എന്താ? ഡോർഫ്. ശരിയല്ലേ? അപ്പൊ ഇത് എന്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്? ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ദ സ്റ്റെം. ഹൈറ്റ് ഓഫ് ദ സ്റ്റെം അല്ലെ? ഇനി വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ഓർമ്മ വരുന്നത്? വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മ വരുന്നത് യെല്ലോ. ഓപ്പോസിറ്റ് എന്താ? ഗ്രീന്. ഓപ്പോസിറ്റ് ഗ്രീന്. അപ്പോ എന്തിനെ കുറിച്ചാണ് ഇത് പറയുന്നത്? സീഡ് കളർ. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പോഡ് കളറും സീഡ് കളറുമാണ്. അത് രണ്ടും ഗ്രീനും യെല്ലോയും ആണ്. അപ്പൊ നമ്മൾ ഒന്ന് എന്തായാലും കൃത്യമായിട്ടൊരു നിർബന്ധമായിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പോഡ് കളറ് ഗ്രീൻ ആണ് ഡോമിനന്റ്, സീഡ് കളറ് യെല്ലോ ആണ് ഡോമിനന്റ്. ഇത്രയും കാര്യം ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഈ ഒരു ടേബിളിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് നമ്മളോട് ചോദ്യം ചോദിക്കും. ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യം. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിലെ ചോദ്യം എന്ന് പറയുന്നത് 4 ട്രേറ്റുകൾ തരും. അതിന്റെ അകത്ത് ഏതാണ് ഡോമിനന്റ് ട്രേറ്റ് എന്ന് അവൻ ചോദിക്കുക. സേ ഫോർ എക്സാമ്പിൾ യെല്ലോ പോഡ് കളർ, റിങ്കിൾഡ് സീഡ്, ടെർമിനൽ ഫ്ലവർ ആൻഡ് ഇൻഫ്ലേറ്റഡ് പോഡ്. അപ്പൊ എന്താ ഉത്തരം? ഇൻഫ്ലേറ്റഡ് പോഡാണ് ഡോമിനന്റ് ക്യാരക്ടർ. അപ്പൊ എന്താ ഡോമിനന്റ് ട്രേറ്റിനുള്ള? ഡോമിനന്റ് ക്യാരക്ടർ അല്ലായിരുന്നു ഡോമിനന്റ് ട്രേറ്റ്. അപ്പൊ എന്താ ഡോമിനന്റ് ട്രേറ്റിനുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്? ഗ്രാവിറ്റി. ജി എന്ന് പറയുന്നത് ഗ്രീന്, റൗണ്ട്, ആക്സിയൽ, വയലറ്റ്, ഇൻഫ്ലേറ്റഡ്, ടോള്, യെല്ലോ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്ത അതിനുള്ള ക്യാരക്ടേഴ്സ് എന്താ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. ക്ലിയർ? അപ്പോ നമ്മൾ പറഞ്ഞു മെന്റലി ചൂസ് ചെയ്ത 7 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് വരുന്ന ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ശരിയല്ലേ? ഇനി എന്താണ് മെന്റലിന്റെ എക്സ്പെരിമെന്റ്? മെന്റലിന്റെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യും. ഒരു ക്യാരക്ടറിൽ തന്നെ 2 ടൈപ്പ്
കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ഉള്ള പ്ലാന്റ്സ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഫ്ലവർ കളർ ഞാൻ ചൂസ് ചെയ്യുന്നു. അവിടെ വരുന്ന രണ്ട് ക്യാരക്ടേഴ്സ് ആണ്, രണ്ട് ട്രേറ്റുകളാണ് ഈ വയലറ്റ് ഫ്ലവറും ആൻഡ് വൈറ്റ് ഫ്ലവറും. അപ്പം രണ്ട് പ്ലാന്റ് ഉണ്ടാവുമല്ലോ, രണ്ട് ചെടികൾ ഉണ്ടാവുമല്ലോ. അതുപോലെ ഈ രണ്ട് ചെടികളും തമ്മിൽ ക്രോസ് ഫെർട്ടിലൈസേഷൻ ചെയ്തിട്ട്, ക്രോസിങ് ചെയ്തിട്ട് കുട്ടികൾ ഉണ്ടാക്കുക, ഹൈബ്രിഡൈസേഷൻ ചെയ്യുക. ഇതാണ് മെൻഡൽ നടത്തിയ എക്സ്പെരിമെന്റ്. നിങ്ങൾക്കറിയാം, ഒരു പ്ലാന്റിന്റെ പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിലേക്ക് വീഴുമ്പോഴാണ് അവിടെ പോളിനേഷൻ നടന്നെന്ന് പറയാം, അല്ലെ? ഒരു പ്ലാന്റിന്റെ പോളൻ ഗ്രെയിൻസ് അതിന്റെ തന്നെ സ്റ്റിഗ്മയിലേക്ക്, ഓൺ സ്റ്റിഗ്മയിലേക്ക് തന്നെ വീണാൽ നമ്മൾ എന്താ പറയാ? ഇറ്റ് ഈസ് കോൾഡ് സെൽഫ് പോളിനേഷൻ. ഇനി മറ്റൊരു പ്ലാന്റിന്റെ പോളൻ ഗ്രെയിന് വേറൊരു പ്ലാന്റിന്റെ സ്റ്റിഗ്മയിലേക്ക് വന്ന് വീണിട്ട് പോളിനേഷൻ നടന്നാൽ ഇറ്റ് ഈസ് കോൾഡ് ക്രോസ് പോളിനേഷൻ. ശരിയല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുന്നത് ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യും, ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യും, അതിൻ്റെ അകത്തുള്ള കോൺട്രാസ്റ്റിംഗ് ട്രേറ്റുകൾ എടുക്കും. ഈ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റുകളുള്ള പ്ലാന്റിനെ തമ്മിൽ ക്രോസ് ചെയ്ത് കുട്ടികൾ ഉണ്ടാക്കിയിട്ടാണ് എക്സ്പെരിമെന്റ് നടത്തുന്നത്. സോ ദിസ് എക്സ്പെരിമെന്റ് ഈസ് കോൾഡ് ക്രോസിംഗ് എക്സ്പെരിമെന്റ് ഓർ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്. ക്ലിയർ ആണോ? യെസ്. ഇനി ഇവിടെ തന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു ക്യാരക്ടർ മാത്രം സെലക്ട് ചെയ്തു. ഫോർ എക്സാമ്പിൾ നമ്മൾ ഹൈറ്റ് സെലക്ട് ചെയ്തു. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത ക്യാരക്ടർ എന്ന് വിചാരിച്ചോ. ഈ ഒരു ക്യാരക്ടർ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് ക്രോസ് കണ്ടക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുക. എന്താ? ഒരു ക്യാരക്ടർ മാത്രം ചൂസ് ചെയ്ത് അതിൻ്റെ അകത്തുള്ള രണ്ട് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റുകളുള്ള പ്ലാന്റ്സിനെ തമ്മിൽ ക്രോസ് ചെയ്ത് നടത്തുന്ന എക്സ്പെരിമെന്റിനെയാണ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയാം. ക്ലിയർ? യെസ്. അപ്പൊ ഇനി രണ്ടാമത്തെ ടൈപ്പ് ഒരു ക്രോസ് ഉണ്ട്, അതും മെന്റൽ ചെയ്തിട്ടുണ്ട്. അപ്പം മോണോ ഹൈബ്രിഡ് ക്രോസും ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ രണ്ടാമത് പറയാൻ പോകുന്ന ഒരു ക്രോസും ചെയ്തിട്ടുണ്ട്. ആ ക്രോസ് എന്താന്ന് ചോദിച്ചാല് രണ്ട് ക്യാരക്ടേഴ്സിനെ ഒരുമിച്ച് കൺസിഡർ ചെയ്യും. അതായത് സൈമൾട്ടേനിയസ്ലി, ഫോർ എക്സാമ്പിൾ ഞാൻ സീഡ് കളർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഞാൻ ചൂസ് ചെയ്തു. ആൻഡ് സീഡിന്റെ ഷേപ്പും ഞാൻ ചൂസ് ചെയ്തു. സോ സീഡ് ഷേപ്പും സീഡ് കളർ എന്ന് പറഞ്ഞ രണ്ട് ക്യാരക്ടേഴ്സ് അല്ലേ? അത് സൈമൾട്ടേനിയസ്ലി ഞാൻ കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു ക്രോസ് ചെയ്യുകയാണെങ്കിൽ, അതായത് റൗണ്ട് യെല്ലോ ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ റിങ്കിൾഡ് ഗ്രീൻ ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ അവരെ ഒരുമിച്ച് കൺസിഡർ ചെയ്തുകൊണ്ട് ക്രോസിംഗ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ക്രോസ് ഈസ് കോൾഡ് ഡൈ ഹൈബ്രിഡ് ക്രോസ്. അപ്പൊ ഇനി മുന്നോട്ട് നമുക്ക് പഠിക്കാനുള്ളത് മോണോ ഹൈബ്രിഡ് ക്രോസും ആൻഡ് ഡൈ ഹൈബ്രിഡ് ക്രോസും ആണ്. ക്രിസ്റ്റൽ ക്ലിയർ ആയല്ലോ കാര്യം? അപ്പൊ എന്താണ് മോണോ ഹൈബ്രിഡ് ക്രോസ്? ഒരു സിംഗിൾ ക്യാരക്ടർ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് നടത്തുന്ന ക്രോസിംഗ് എക്സ്പെരിമെന്റ്. എന്താ ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞാല്? സൈമൾട്ടേനിയസ്ലി രണ്ട് ക്യാരക്ടേഴ്സ് ഒരുമിച്ച് കൺസിഡർ ചെയ്തുകൊണ്ട് നടത്തുന്ന ക്രോസിംഗ് എക്സ്പെരിമെന്റ് ആണ് നമ്മളെ ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയാ. അടിപൊളിയായി മനസ്സിലായില്ലേ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു 1856 ഗ്രിഗർ മെന്റൽ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് സ്റ്റോപ്പ് ചെയ്യുന്നത്, എക്സ്പെരിമെന്റ് കഴിയുന്നത് 1863 അല്ലെ? നീണ്ട 7 വർഷങ്ങളുടെ എക്സ്പെരിമെന്റ് ആയിരുന്നു. അതില് ഈ നമ്മൾ നടത്താൻ പോകുന്ന, അതായത് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്രോസിംഗ് എക്സ്പെരിമെന്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ക്രോസിംഗ് എക്സ്പെരിമെന്റ് എല്ലാം ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് 1956 2 അല്ലെങ്കിൽ മോർ ദാൻ 2 years അദ്ദേഹം ഗ്രിഗർ മെന്റൽ സ്പെൻഡ് ചെയ്തത് പ്യുവർ ലൈൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് പ്യുവർ ലൈൻസ് എന്നാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്താണ് പ്യുവർ ലൈൻസ്? ആദ്യം ഞാൻ അതിന്റെ ഡെഫിനിഷൻ എന്താ എന്ന് പറഞ്ഞുതരാം. പ്യുവർ ലൈൻസ് എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ പ്യുവർ ബ്രീഡിംഗ് പ്ലാന്റ്സ് ഓർ ആനിമൽസ് എന്ന് പറഞ്ഞാല്, ഗ്രൂപ്സ് ഓഫ് പ്ലാന്റ്സ് ഓർ ആനിമൽസ് ദാറ്റ് ഹാവ് ബീൻ ബ്രെഡ് ഫോർ മെനി ജനറേഷൻസ് ടു ഓൾവേസ് പ്രൊഡ്യൂസ് ദ സെയിം ട്രേറ്റ്. അങ്ങനെ അതിന്റെ ഡെഫിനേഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ സാധ്യത ഇല്ല എന്നുള്ളത് എനിക്ക് അറിയാം. ഓക്കെ, അപ്പൊ എന്താ പ്യുവർ ലൈൻസ് എന്നുള്ളത് നമുക്കൊരു എക്സാമ്പിളിലൂടെ തന്നെ മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു പ്ലാന്റ് എടുക്കുകയാണ്. ഇതൊരു വയലറ്റ് പ്ലാന്റ് ആണ്. ഓക്കെ,
ഈ വയലറ്റ് പ്ലാന്റിനെ എത്ര തവണ സെൽഫ് പോളിനേറ്റ് ചെയ്താലും, എന്താ സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഈ പ്ലാന്റിന്റെ പോളൻ ഗ്രെയിൻസ് എടുത്ത് ഈ പ്ലാന്റിന്റെ തന്നെ സ്റ്റിഗ്മയിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ കുട്ടികൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സെൽഫ് പോളിനേഷൻ എന്ന് പറയും. അങ്ങനെ സെൽഫ് പോളിനേഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് കുട്ടികൾ ഉണ്ടാവാനാണ് കൂടുതൽ സാധ്യത? കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് വയലറ്റ് ടൈപ്പ് കുട്ടി ഇതുപോലെ ഉണ്ടായിരിക്കും. ശരിയല്ലേ? അപ്പൊ വയലറ്റ് ടൈപ്പ് കുട്ടികൾ മാത്രമാണോ ഉണ്ടാവുക? ഇല്ല, അതിന്റെ ഇടയിലൂടെ എന്ത് ടൈപ്പ് കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്? വൈറ്റ് ഫ്ലവർ ഉള്ള കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ആ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റൂലല്ലോ. തള്ളിക്കളയാൻ പറ്റുമോ? ഇല്ല. അപ്പം ഇവിടെയും എന്ത് വരണം? ഈ വൈറ്റ് കളറ് കുട്ടികൾ ഉണ്ടാവും. ശരിയല്ലേ? അപ്പൊ നോക്ക്, നിങ്ങൾക്ക് കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഇൻ ഡെപ്തിൽ കാര്യം എന്തായാലും മനസ്സിലാവും. ഞാനിവിടെ വളരെ പെരിഫറലായിട്ടേ പറയുന്നുള്ളൂ. നിങ്ങൾ ഏതെങ്കിലും ഒരു വയലറ്റ് ഫ്ലവർ ഉണ്ടാവുന്ന പീ പ്ലാന്റിനെടുത്ത് സെൽഫ് പോളിനേറ്റ് ചെയ്താൽ അതിൽ ഒരുപാട് കുട്ടികൾ വയലറ്റ് ഫ്ലവർ ഉള്ള കുട്ടികളായിരിക്കും. ആൻഡ് കുറച്ച് കുട്ടികളെങ്കിലും എന്ത് കുട്ടികളായിരിക്കും? വൈറ്റ് ഫ്ലവറുള്ള കുട്ടികളായിരിക്കും. അപ്പൊ എനിക്ക് വേണ്ടത് വയലറ്റ് പ്യുവർ ബ്രീഡിംഗ് പ്ലാന്റ്സ് ആണ്. അതായത് എത്ര തവണ സെൽഫ് പോളിനേറ്റ് ചെയ്താലും വയലറ്റ് കുട്ടികൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ ഇത് ഒന്നാമത്തെ ജനറേഷൻ, F1 എന്ന് പറഞ്ഞ ജനറേഷൻ ഞാൻ പേരിട്ടു. ക്ലിയർ? ആ ജനറേഷനിലുള്ള കുട്ടികൾ മെജോറിറ്റി വയലറ്റ് ആണ്, കുറച്ച് കുട്ടികൾ വൈറ്റ് ആണ്. ഓക്കെ, ഞാന് വയലറ്റ് കുട്ടികൾ മാത്രമാണല്ലോ എനിക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ ഞാന് ഈ ഒരു ജനറേഷനെ, ഈ ഒരു ഇൻഡിവിജ്വൽസിനെ, പ്ലാന്റ്സിനെ ഞാൻ പറിച്ചു കളഞ്ഞു ഫീൽഡിൽ നിന്ന്. നോക്ക്, ഒന്ന് ആലോചിച്ച് നോക്ക്. വയലറ്റ് പ്ലാന്റ് ഇട്ടു, അതിൽ വയലറ്റ് കുട്ടികളുണ്ടായി, കുറച്ച് വൈറ്റ് കുട്ടികളുണ്ടായി. വൈറ്റിനെ ഞാൻ ആ ഗ്രൗണ്ടിൽ നിന്നും പറിച്ചു മാറ്റി. ഇതാണ് ഞാൻ ചെയ്യേണ്ടത്. ഇനി ഈ അതായത് ബാക്കിയുള്ള ഈ പ്ലാന്റ്സ് ഉണ്ടല്ലോ, ആ പ്ലാന്റ്സിനെ വീണ്ടും ക്രോസിങ്ങും സെൽഫിങ്ങും ഒക്കെ ചെയ്തു. അല്ലെ? ഇതിൽ നിന്നും തന്നെ കുട്ടി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇവർ തമ്മിൽ സെൽഫ് ചെയ്താലും ക്രോസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അതിൽ നിന്നും ഞാൻ F2 എന്ന് പറഞ്ഞ ജനറേഷൻ ഉണ്ടാക്കി. എന്തായിരിക്കും F2 എന്ന് പറഞ്ഞ ജനറേഷന്റെ പ്രത്യേകത എന്നൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. F2 ജനറേഷൻ എന്ന് പറയുന്നത് ഇനി പെർസെൻറ്റേജ് ഓഫ് ഈ പറയുന്ന വയലറ്റ് ഫ്ലവർ ഉള്ള പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ടാവും. കാരണം എന്താ? ഇവരുടെ മുകളിലുള്ള ജനറേഷൻ വയലറ്റ് പ്ലാന്റ്സ് ആയിരുന്നു. പക്ഷെ എന്നാലും ജനറേഷൻ കുറച്ച് എന്താ പറയുക, വയലറ്റ് ഫ്ലവറിന്റെ പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാലും F2 ആവുന്ന സമയത്ത് അതിലും പെർസെൻറ്റേജ് കുറവാണെങ്കിലും വൈറ്റ് ഫ്ലവർ ഉള്ള പീ പ്ലാന്റ്സ് വന്നിട്ടുണ്ടാവും. മനസ്സിലായല്ലോ? യെസ്. അപ്പൊ എനിക്ക് എന്താ വേണ്ടത്? വയലറ്റ് പ്യുവർ ലൈൻസിനെയാണ് വേണ്ടത്. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പറ. പറിച്ചു മാറ്റണം അല്ലേ? അതായത് ഈ പീ പ്ലാന്റ്സിനെ, വൈറ്റ് ഫ്ലവർ ഉണ്ടായ പീ പ്ലാന്റിനെ ഞാൻ എടുത്ത് ദൂരെ കളയണം. എന്നിട്ട് ഞാൻ വീണ്ടും ഇവർ തമ്മിൽ ക്രോസ് ചെയ്തിട്ട് കുട്ടികളെ ഉണ്ടാക്കണം. അപ്പൊ എനിക്ക് എന്ത് ജനറേഷൻ കിട്ടി? F3 ജനറേഷൻ കിട്ടി. അപ്പൊ പിന്നെയും കുറെയൊക്കെ എന്ത് മാത്രമായി മാറിയിട്ടുണ്ടാവും? വയലറ്റ് ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് മാത്രമായി മാറിയിട്ടുണ്ടാവും. ശരിയല്ലേ? എന്നാലും അവിടെ എന്ത് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഗസ് ചെയ്യാം. എപ്പോഴെങ്കിലും വൈറ്റ് വരാനുള്ള സാധ്യത ഉണ്ട്. ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ പ്രോസസ്സ് ഇപ്പൊ F1, F2, F3 മാത്രമല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അങ്ങനെ F1 ചെയ്യുക, F2 വൈറ്റിനെ എടുത്ത് കളയുക, F3 എന്തെങ്കിലും ഒരു വൈറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെടുത്ത് കളയുക, F4 എടുത്ത് കളയുക, F5 എടുത്ത് കളയുക. അങ്ങനെ ഒരു N ജനറേഷൻ കഴിഞ്ഞു പോയി. കുറേ സമയം, കുറേ കാലം, ഈ ഒരു കുറെ ജനറേഷൻസ്, N നമ്പർ ഓഫ് ജനറേഷൻസ് കഴിഞ്ഞു പോകുമ്പോൾ there is a high chance that ആ ജനറേഷനിൽ പിന്നെ വയലറ്റ് പ്ലാന്റ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, വയലറ്റ് ഫ്ലവർ ഉള്ള പ്ലാന്റ്. അത് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമല്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെ ഈ വയലറ്റ് മാത്രമുള്ള ഈ ഒരു ജനറേഷൻ ഉണ്ടല്ലോ, ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അതിനെ എത്ര സെൽഫ് പോളിനേറ്റ് ചെയ്താലും വയലറ്റ് ഫ്ലവർ ഉള്ള പ്ലാന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ജനറേഷൻ ഓഫ് പ്ലാന്റ്സിനെ നമ്മൾ എന്താ വിളിക്കാന്നറിയോ? വയലറ്റ് പ്യുവർ ലൈൻസ് അല്ലെങ്കിൽ വയലറ്റ് പ്യുവർ ബ്രീഡിംഗ് പ്ലാന്റ്സ് എന്ന് വിളിക്കും. മനസ്സിലായോ? അപ്പോ ഗ്രിഗർ മെന്റൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ ഉപയോഗിച്ച 7 ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അതിലെ 14 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റുകൾ ഇല്ലേ? അപ്പൊ 14 പ്യുവർ ലൈൻസിനെ ഉണ്ടാക്കിയെടുത്തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പോ നിങ്ങൾ ഇനി കുറച്ച് മുന്നോട്ട് പോയാൽ പഠിക്കും. പക്ഷെ നിങ്ങളോട് ഞാൻ ആദ്യമേ പറഞ്ഞിടുകയാണ്,
ഇത് നമ്മൾ ഇന്നത്തെ അടുത്ത വീഡിയോയിൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത് വീണ്ടും ഒന്ന് റിവൈസ് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഇത് ഇവിടെ തന്നെ പറയുകയാണ്. പ്യുവർ ലൈൻസ് ആണ് ഉണ്ടാവുന്നത് എങ്കിൽ അതിനെ എത്ര സെൽഫ് പോളിനേറ്റ് ചെയ്താലും, ഒരു പ്ലാന്റ് പ്യുവർ ബ്രീഡിംഗ് ലൈൻ ആണ് അല്ലെങ്കിൽ ഒരു പ്ലാന്റ് പ്യുവർ ലൈൻ ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു പ്ലാന്റിനെ എത്ര തവണ സെൽഫ് പോളിനേറ്റ് ചെയ്താലും അതേ ക്യാരക്ടർ മാത്രമേ നമുക്ക് കിട്ടാൻ പാടുള്ളൂ. ഓക്കെ, അങ്ങനെ ആണ് കിട്ടുന്നത് എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം ആ പ്ലാന്റ് ഹോമോസൈഗസ് ആണ് എന്നല്ലേ? ഞാൻ പറയാണ്, ഒരു പ്യുവർ ബ്രീഡിംഗ് പ്ലാന്റ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഈ പ്യുവർ ബ്രീഡിംഗ് പ്ലാന്റ് എന്ന് പറയുന്നത് വയലറ്റ് മാത്രമേ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന് പറഞ്ഞാല് ഈ പ്യുവർ ബ്രീഡ്സ് എന്ന് പറയുന്നത് ഹോമോസൈഗസ് കണ്ടീഷനിലാണ് ഉള്ളത്. പ്യുവർ ലൈൻസ് എന്ന് പറഞ്ഞാല് ഹോമോസൈഗോട്സ് ആണ് അല്ലെങ്കിൽ ഹോമോസൈഗസ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എന്താണ് ഹോമോസൈഗസ്, എന്താണ് ഹെട്രോസൈഗസ് എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം, പ്യുവർ ലൈൻസിന്റെ അകത്തുള്ള ആളുകൾ എന്ന് പറയുന്നത് ഹോമോസൈഗസ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ക്ലിയർ? അപ്പോ ആദ്യത്തെ 2 വർഷം എന്തായിരുന്നു മെന്റലിന് പണി എന്ന് മനസ്സിലായോ? 14 പ്യുവർ ലൈൻസിൽ ഉണ്ടാക്കിയെടുക്കുക. എങ്ങനെയാ 14 പ്യുവർ ലൈൻസ് കിട്ടിയത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പോഡ് കളർ ഗ്രീൻ ഉള്ള പ്യുവർ ലൈൻ വേണം, യെല്ലോ ഉള്ള പ്യുവർ ലൈൻ വേണം, ശരിയല്ലേ? റൗണ്ട് ഉള്ള ആൾക്കാർ വേണം, റിങ്കിൾഡ് ഉള്ള പ്യുവർ ലൈൻസ് വേണം. ഇതെല്ലാം ഹോമോസൈഗസ് പ്യുവർ ലൈൻസ് ആണ്. ഇതിന് വേണ്ടിയിട്ടാണ് 2 വർഷം മെന്റല് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. ക്ലിയർ അല്ലേ? 7 വർഷമാണ് എക്സ്പെരിമെന്റ്, 2 വർഷവും അദ്ദേഹം പ്യുവർ ലൈൻസിനെ ഉണ്ടാക്കിയെടുക്കായിരുന്നു. അതാണ് ബ്രില്യന്റ് ആയിട്ടാണ് അദ്ദേഹം എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത്. അടിപൊളിയല്ലേ? എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് മെന്റൽ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു ക്യാരക്ടർ എടുക്കും, എന്നിട്ട് ഓപ്പോസിറ്റ് ട്രേറ്റുകളുള്ള 2 പ്ലാന്റ്സ് തമ്മിൽ ക്രോസിംഗ് നടത്തും. ആ ക്രോസിങ്ങിനെയാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ എങ്ങനെയാണ് ഹൈബ്രിഡൈസേഷൻ നടത്തുക എന്നുള്ളതിന്റെ സ്റ്റെപ്പാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. നോക്ക്, ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഫൈസം സറ്റീവത്തിന്റെ പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിന്റെ പ്രത്യേകത, ഈ പ്ലാന്റിന്റെ അകത്ത് ആന്തറിന്റെ അകത്താണ് പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുക. ഇതാണ് ആന്തർ. ഈ ആന്തറിന്റെ അകത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും? ആന്തറിന്റെ അകത്താണ് പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുക, അല്ലെ? ഇതിന്റെ അകത്താണ് പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ? ഈ കാണുന്ന സ്ട്രക്ചർ ആണ് സ്റ്റിഗ്മ എന്ന് പറയുന്നത്, അല്ലെ? സ്റ്റിഗ്മ. അപ്പൊ നോക്ക്, ആന്തറിന്റെ അകത്തുള്ള പോളൻ ഗ്രെയിൻസ്, ഈ പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണോ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണോ എന്ന് ചോദിച്ചാല് എന്താ നിങ്ങൾ പറയാ? മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്നല്ലേ പറയാ? സിഗ്മ എന്ന് പറയുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിന്റെ ഒരു പാർട്ടാണ്, ശരിയല്ലേ? അപ്പോ നമ്മൾ ഒരു പീ പ്ലാന്റ് എടുത്താല് അതിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഉണ്ട്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഉണ്ട്. സോ നമ്മളുടെ ഒരു പീ പ്ലാന്റിന്റെ ഫ്ലവർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പീ പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു ബൈസെക്ഷൽ ഫ്ലവർ ആണോ അതോ യൂണിസെക്ഷൽ ആയിട്ടുള്ള ഫ്ലവർ ആണോ? തീർച്ചയായിട്ടും ബൈസെക്ഷൽ ആണ്, അല്ലേ? ഒരു ബൈസെക്ഷൽ ഫ്ലവർ ആണ്. ഓക്കെ, അപ്പോ എനിക്കൊരു ക്രോസ് കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മെയിലും ഫീമെയിലും വേണം. ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ ബൈസെക്ഷൽ ആയിട്ടുള്ള, അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഉണ്ട്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഉണ്ട്. ഇങ്ങനെ ബൈസെക്ഷൽ ആയിട്ടുള്ള ഒരാളെ എനിക്ക് ഫീമെയിൽ ആക്കണം എന്ന് വിചാരിക്കാം. എനിക്ക് ഫീമെയിൽ ആക്കണം, എന്നാലേ എനിക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബൈസെക്ഷൽ ആയിട്ടുള്ള ഒരു ഫ്ലവറിനെ എനിക്ക് എന്ത് ചെയ്യണം? ഫീമെയിൽ ആക്കി മാറ്റണം. അതിനു വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? നോക്ക്, ഈ പറയുന്ന ഫ്ലവറിന്റെ അകത്ത് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഉണ്ട്. ആ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് നമ്മളുടെ ആന്തർ. ഈ ആന്തർ റിമൂവ് ചെയ്താല് സ്വാഭാവികമായിട്ടും ബൈസെക്ഷൽ ഫ്ലവർ ആന്തർ റിമൂവ് ചെയ്താല് ഫീമെയിൽ ഫ്ലവർ ആയി മാറുമല്ലോ, ശരിയല്ലേ? അപ്പൊ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ബൈസെക്ഷൽ ആയിട്ടുള്ള ഫ്ലവറിനെ ഫീമെയിൽ ആക്കി മാറ്റണമെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യം എന്താ എന്ന് ചോദിച്ചാല് ആന്തർ റിമൂവൽ അല്ലേ? റിമൂവൽ ഓഫ് ആന്തർ. ആന്തർ എന്ന് പറയുന്നത് എന്തായിരുന്നു? മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ്, അല്ലേ?
മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ അതിനെയാണ് നമ്മൾ റിമൂവ് ചെയ്തത്. അപ്പോൾ ബൈസെക്ഷൽ ഫ്ലവറിന്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ നമ്മൾ റിമൂവ് ചെയ്തു. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഇമാസ്കുലേഷൻ എന്ന് പറയുക. ഇമാസ്കുലേഷൻ. സോ എന്താ ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്ന് മനസ്സിലായോ? മാസ്കുലിൻ എന്ന് പറഞ്ഞാൽ പുരുഷത്വം എന്നാണ് അർത്ഥം. പുരുഷത്വം ഇല്ലാതെയാക്കുക. ബൈസെക്ഷൽ ഫ്ലവറിന്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള ആന്തർ റിമൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ ഇതല്ലേ ആന്തർ എന്ന് പറഞ്ഞ സ്ട്രക്ചർ. ഈ ആന്തറിനെ നമ്മൾ എന്ത് ചെയ്യണം? ആന്തറിനെ ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പൊ ഒരു സിസർ എടുക്കുന്നു, ആന്തറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്യുന്നു. ആന്തറിനെ കട്ട് ചെയ്യുമ്പം ഇതുപോലെ ആയിരിക്കില്ലേ ഫ്ലവർ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ഇങ്ങനെ ആയിരിക്കുമല്ലോ ഫ്ലവർ ഉണ്ടാവുക. ആന്തർ ഈസ് റിമൂവ്ഡ്. ആന്തർ റിമൂവ് ചെയ്താൽ ഈ ഒരു പ്ലാന്റ് ഇത് ബൈസെക്ഷൽ ആയിട്ടുള്ള ഒരു ഫ്ലവർ ആണ്. ആഫ്റ്റർ ഇമാസ്കുലേഷൻ മാസ്കുലിനിറ്റി നശിപ്പിച്ചു. ആഫ്റ്റർ ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത് ഈ ഫ്ലവർ റെപ്രസെന്റ്സ് ഫീമെയിലിനെയാണ് റെപ്രസെന്റ് ചെയ്യുക. കാരണം എന്താ? ഈ പറയുന്ന പ്ലാന്റിന്റെ അകത്ത് ഇനി ആന്തർ ഇല്ല. ഓക്കെ, അപ്പം ഇതാണ് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഫീമെയിൽ ആയിട്ടുള്ള ഒരു പാരന്റ് എന്ന് പറയുന്നത്. ഇനി ഓപ്പോസിറ്റ് ട്രേറ്റ് ഉള്ള, ഇതിപ്പോ വയലറ്റ് ഫ്ലവർ ആണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ട്രേറ്റ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഫ്ലവർ കളറാണ് എക്സാമ്പിൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആരായിരിക്കും? വൈറ്റ് ഫ്ലവർ ആയിരിക്കും. വൈറ്റ് ഫ്ലവറിന്റെ അകത്ത് ഇനി നമ്മൾ ആരെടുക്കണം? പാരന്റ് വൈറ്റ് ഫ്ലവറിനെ എടുക്കണം അല്ലേ? വൈറ്റ് ഫ്ലവറിനെ എടുക്കണം. വൈറ്റ് ഫ്ലവറിനെയാണ് ഞാൻ മെയിലായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇവിടെ. ഓക്കെ, മെയിലായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത് വൈറ്റ് ഫ്ലവറിനെയാണ്. ഓക്കെ, യെസ്. ഇനി ഞാൻ അടുത്തത് ചെയ്യാൻ പോകുന്നത് എന്താന്ന് ചോദിച്ചാൽ ഈ ആന്തറിന്റെ അകത്തുള്ള പോളൻ ഗ്രെയിൻസിനെ ഞാൻ ഒരു ബ്രഷിൽ തട്ടിയെടുക്കണം. നോക്കിക്കോ, ഞാനൊരു ബ്രഷിൽ പോളൻ ഗ്രെയിൻസിനെ തട്ടി എടുക്കണം. ഇതുപോലെ പോളൻ ഗ്രെയിൻസിനെ ഞാൻ ഇങ്ങനെ തട്ടി എടുക്കണം. അപ്പൊ തട്ടി എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ബ്രഷിന്റെ അകത്തൊക്കെ പോളൻ ഗ്രെയിൻസ് ആവുമല്ലോ. ഈ ബ്രഷിന്റെ അകത്തൊക്കെ പോളൻ ഗ്രെയിൻസ് ഇതുപോലെ പോളൻ ഗ്രെയിൻസ് ഞാൻ ഈ നമ്മൾ കാണുന്ന ആന്തർ ഇല്ലേ, ആന്തർ ഓഫ് മെയിൽ പാരന്റ്, ആ പ്ലാന്റിൽ നിന്നും പോളൻ ഗ്രെയിൻസ് ഞാൻ തട്ടിയെടുത്തു. എന്നിട്ട് ഈ ഫീമെയിൽ ആയിട്ട് ബൈസെക്ഷലിന് ഇമാസ്കുലേഷൻ ചെയ്ത് ഫീമെയിൽ ആയിട്ട് വെച്ച ആളില്ലേ, അയാളിൽ പോയിട്ട് ഞാൻ ഡസ്റ്റ് ചെയ്ത് കൊടുത്തു. ഡസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താവുക? ഈ ആളുടെ സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസ് വീഴുമല്ലോ. സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസ് വീണു. പോളൻ ഗ്രെയിൻസ് വീണാല് ഇപ്പം നമ്മൾ പറഞ്ഞു ക്രോസ് പോളിനേഷൻ നടന്നു കഴിഞ്ഞു. അപ്പോ നമ്മൾ ഉദ്ദേശിച്ച പാരന്റ് എന്ന് പറയുന്നത് വൈറ്റ് ഫ്ലവർ ഉള്ള പാരന്റ് അല്ലേ? ഇനി നമ്മൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ പറയുന്ന ബൈസെക്ഷൽ ആയിട്ടുള്ള ഫ്ലവറിനെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫീമെയിൽ ആക്കി വെച്ചത്? എന്തിനു വേണ്ടിയിട്ടാ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ പറയുന്ന ആളുടെ മുകളിൽ പോളൻ ഗ്രെയിൻസ് ഉണ്ടാവില്ലേ? ഇയാളുടെ മുകളിൽ പോളൻ ഗ്രെയിൻസ് ഉണ്ടാവില്ലേ? അയാളുടെ മുകളിലുള്ള പോളൻ ഗ്രെയിൻസ് തന്നെ ഈ സ്റ്റിഗ്മയിലേക്ക് വീണാല് ഈ പ്ലാന്റിൽ സെൽഫ് പോളിനേഷൻ നടക്കൂലേ? ആ സെൽഫ് പോളിനേഷൻ നടക്കാതിരിക്കാനാണ് ഇമാസ്കുലേഷൻ ചെയ്യുന്നത്. ക്ലിയർ ആണോ? യെസ്. അപ്പം ഈ ആന്തർ മെല്ലെ എടുത്ത് അങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ ഇനി സെൽഫ് പോളിനേഷൻ ക്യാൻ ബി പ്രിവെന്റഡ്. ക്ലിയർ? യെസ്. അപ്പം ഇനി വേറെയും ഒരു പ്രശ്നമുണ്ട്. നോക്ക്, ഇപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ഈ പാരന്റിൽ നിന്നും, അതായത് മെയിൽ പാരന്റിൽ നിന്നും നമ്മൾ പോളൻ ഗ്രെയിൻ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ആൻഡ് നൗ ക്രോസ് പോളിനേഷൻ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശരിയാണല്ലോ? അതിൽ യാതൊരു തർക്കവും ഇല്ലല്ലോ. പക്ഷെ ഇനി വേറെ ഏതെങ്കിലും ഒരു ബട്ടർഫ്ലൈയോ ഹണി ബീയോ ഒക്കെ വന്നിട്ട് ഈ പ്ലാന്റിന്റെ മുകളിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത അൺഇൻറ്റൻഷനൽ ആയിട്ടുള്ള ക്രോസ് പോളിനേഷൻ നടക്കാനുള്ള സാധ്യത ഉണ്ടല്ലോ. അങ്ങനെ ക്രോസ് പോളിനേഷൻ നടക്കാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ പോളിനേഷൻ നടന്നതിന് ശേഷം ഉടനെ തന്നെ അതിനെ കവർ ചെയ്യണം. ക്ലിയർ അല്ലേ? അതിനെ അങ്ങോട്ട് കവർ ചെയ്യണം. അതിനെ നമ്മൾ ഒരു കവർ എടുത്തിട്ട് അതിനെ അങ്ങോട്ട് കവർ ചെയ്യണം. അതിനെ നമ്മൾ കവർ ചെയ്ത് വെച്ചു. ഈ കവർ ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ ബാഗിങ് എന്ന് പറയുക. ഈ സ്റ്റെപ്പിനാണ് നമ്മൾ ബാഗിങ് എന്ന് പറയുന്നത്. ബാഗിങ് എന്ന് പറയുന്ന സ്റ്റെപ്പ് നമ്മൾ ചെയ്താൽ ഇനി എന്താ സംഭവിക്കുക? പുതിയ ക്രോസ് പോളിനേഷൻസ് ഒന്നും നടക്കില്ല. ക്ലിയർ ആണല്ലോ? അപ്പോ
പാരന്റ്സിനെ സെലക്ട് ചെയ്തു. പാരന്റ്സിനെ സെലക്ട് ചെയ്തിട്ട് ആ പാരന്റിനെ ഒരാളെ ഇമാസ്കുലേഷൻ ചെയ്ത് എന്താക്കി മാറ്റി? ഇമാസ്കുലേഷൻ ചെയ്ത് ആദ്യം നമ്മൾ എന്ത് ചെയ്തോടാ? പാരന്റ്സിനെ സെലക്ട് ചെയ്തു, ഓപ്പോസിറ്റ് ട്രേറ്റ് ഉള്ള പാരന്റ്സിനെ. എന്നിട്ട് അതിലെ ഒരു പാരന്റിനെ, ബൈസെക്ഷൽ ആയിട്ടുള്ള ഒരാളെ ഇമാസ്കുലേഷൻ ചെയ്ത് ഫീമെയിൽ ആക്കി മാറ്റി. എന്താ ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞാൽ? റിമൂവൽ ഓഫ് ആന്തർ. എന്തിനു വേണ്ടി അത് ചെയ്യുന്നത്? ടു പ്രിവെന്റ് സെൽഫ് പോളിനേഷൻ. ക്ലിയർ? എന്നിട്ട് ഓപ്പോസിറ്റ് ട്രേറ്റ് ഉള്ള മെയിൽ പാരന്റിൽ നിന്നും ആന്തറിൽ നിന്നും പോളൻ ഗ്രെയിൻസ് ടെസ്റ്റ് ചെയ്തിട്ട് അത് ഫീമെയിലിന്റെ സ്റ്റിഗ്മയിലേക്ക് കൊണ്ടുപോയി വെച്ചു. അപ്പൊ അവിടെ എന്ത് നടന്നു? ക്രോസ് പോളിനേഷൻ നടന്നു. ഇനി ഫർദർ അൺഇന്റൻഷനൽ ആയിട്ടുള്ള, നമ്മൾക്ക് വേണ്ടാത്ത ക്രോസ് പോളിനേഷൻ ഫർദർ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് പൂമ്പാറ്റയും ബട്ടർഫ്ലൈസ് ഒന്നും വന്ന്, പൂമ്പാറ്റയും ഹണിബി ഒന്നും വന്ന് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനൊരു പ്ലാസ്റ്റിക് കവറിട്ട് മൂടി. അപ്പൊ കുറച്ച് കഴിയുന്ന സമയത്ത് ഈ പോളിനേഷൻ സക്സസ്ഫുൾ ആയി നടന്നാൽ ഇവിടെ സീഡ് ഉണ്ടാവും അല്ലെ? ഈ ചെടിയിൽ എന്തുണ്ടായിരിക്കും? സീഡ് ഉണ്ടായിരിക്കും. യെസ് ഓർ നോ? ഈ സീഡ് ഈ സീഡ് ഒരു പോഡിന്റെ അകത്ത് വളരും അല്ലെ? അപ്പൊ അതൊക്കെ ഈ സീഡൊക്കെ മെച്ചുവർ ആയ ഞാൻ ഇനി അടുത്തത് എന്ത് ചെയ്യണം? അടുത്തത് ആ പോഡ് പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷം ഞാൻ ആ സീഡുകൾ കളക്ട് ചെയ്യണം. ശരിയല്ലേ? ഈ സീഡുകൾ കളക്ട് ചെയ്തു. ഇനി സീഡ് കിട്ടിയാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ അടുത്ത എക്സ്പെരിമെന്റ്, ഞാനല്ല, മെന്റലാണ് ചെയ്യുന്നത്. എന്താ ചെയ്യേണ്ടത്? ഈ സീഡുകൾ കൊണ്ടുപോയിട്ട് നമ്മൾ കുഴിച്ചിടണം. ശരിയല്ലേ? സീഡുകൾ കൊണ്ടുപോയിട്ട് കുഴിച്ച് ഇടണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അപ്പൊ നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പം ഇവിടെ നിന്ന് പുതിയ ചെടി മുളച്ചു വരും അല്ലേ? അങ്ങനെ പുതിയ ചെടി എന്ത് ചെയ്യും? ജെർമിനേറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പൊ നമ്മൾ ആദ്യം ചൂസ് ചെയ്ത ഈ പാരന്റ്സ് ഇല്ലേ, ഈ പാരന്റ്സ്, അവരുടെ ജനറേഷനെയാണ് നമ്മൾ പാരന്റൽ ജനറേഷൻ എന്ന് പറയുന്നത്. ഈ പാരന്റൽ ജനറേഷനെ ക്രോസ് ചെയ്തിട്ട് കിട്ടുന്ന ഈ ജനറേഷൻ ഓഫ് പ്ലാന്റ്സ് ഇല്ലേ, ഇതിപ്പോ ഞാൻ ഒരാളെ കാണിച്ചിട്ടുള്ളൂ. ഈ 4 വിത്ത് വിരിയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 4 വിത്ത് മുളയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് 4 പ്ലാന്റ്സ് അവിടെ ഉണ്ടാവുമല്ലോ. ആ ജനറേഷൻ ഓഫ് പ്ലാന്റ്സിനെയാണ് നമ്മൾ ഫസ്റ്റ് ഫീലിയൽ ജനറേഷൻ. എന്താ നമ്മൾ വിളിക്കുക? ഫസ്റ്റ് ഫീലിയൽ ജനറേഷൻ, അല്ലെങ്കിൽ F1 ജനറേഷൻ എന്ന് പറയും. എന്താ F1 ജനറേഷൻ എന്ന് പറഞ്ഞാല്? ഫസ്റ്റ് ഫീലിയൽ. ഫീലിയൽ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം, ഫീലിയൽ എന്ന് പറഞ്ഞാൽ വാക്കിനർത്ഥം ലാറ്റിനില് സൺ എന്നാണ് അർത്ഥം. ഫസ്റ്റ് സൺ, ഫസ്റ്റ് ഫീലിയൽ ജനറേഷൻ എന്നാണ് നമ്മളെ വിളിക്കുന്നത്. അപ്പൊ പാരന്റൽ ജനറേഷനെ ക്രോസ് പോളിനേറ്റ് ചെയ്താൽ എന്ത് കിട്ടി? F1 ജനറേഷൻ ഓഫ് പ്ലാന്റ്സ് കിട്ടി. ക്ലിയർ? ഇതാണ് മെന്റലിന്റെ എക്സ്പെരിമെന്റ്. ഇനി ഈ ക്രോസ് പോളിനേറ്റ് ചെയ്ത് കിട്ടുന്ന F1 ജനറേഷൻ പ്ലാന്റ്സ് ഇല്ലേ, ഈ F1 ജനറേഷൻ പ്ലാന്റ്സിലെ ഫ്ലവറിന്റെ അകത്തുനിന്ന് പോളൻ ഗ്രെയിൻസ് എടുത്തിട്ട് അതിന്റെ സ്റ്റിഗ്മയിലേക്ക് തന്നെ ഡസ്റ്റ് ചെയ്ത് കൊടുത്താല് എന്ത് കിട്ടും? സെൽഫ് പോളിനേഷൻ നടക്കുമല്ലോ. F1 ജനറേഷൻ പ്ലാന്റ്സ് നോക്ക്, F1 ജനറേഷൻ പ്ലാന്റ്സിനെ എന്ത് ചെയ്തു? F1 ജനറേഷൻ പ്ലാന്റ്സിന്റെ സ്വന്തം പോളൻ ഗ്രെയിൻസ്, ഇവരുടെ പോളൻ ഗ്രെയിൻസ് അവരുടെ സ്റ്റിഗ്മയിലേക്ക് തന്നെ ഡസ്റ്റ് ചെയ്തു കൊടുത്തു. അതിന് നമ്മൾ എന്താണ് പറയാ? സെൽഫ് പോളിനേഷൻ എന്നല്ലേ പറയാ? സെൽഫ് പോളിനേഷൻ എന്നാണല്ലോ പറയാ. സെൽഫ് പോളിനേഷൻ ചെയ്താല് ഇതുപോലെ വിത്ത് ഉണ്ടാവുമല്ലോ. ആ വിത്തിനെ നമ്മൾ കുഴിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ കിട്ടൂലേ? നെക്സ്റ്റ് ജനറേഷനെയാണ് നമ്മൾ സെക്കൻഡ് ഫീലിയൽ ജനറേഷൻ എന്ന് പറയുക, F2 ജനറേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? F1 ജനറേഷൻ എങ്ങനെയാ കിട്ടിയത്? പാരന്റ്സിനെ ക്രോസ് പോളിനേറ്റ് ചെയ്തപ്പോ. F2 ജനറേഷൻ എങ്ങനെയാ കിട്ടിയത്? F1 ജനറേഷനിലുള്ള ആളുകളെ സെൽഫ് പോളിനേറ്റ് ചെയ്തപ്പോ. സെൽഫ് പോളിനേഷൻ ആണ് F2 കിട്ടിയത്, ക്രോസ് പോളിനേഷൻ ആണ് F1 കിട്ടാനുള്ള കാരണം. സോ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞ മെന്റലിന്റെ എക്സ്പെരിമെന്റിലെ എല്ലാ സ്റ്റെപ്പുകളും നമ്മളൊന്ന് സമ്മറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? ഏതെങ്കിലും ഒരു കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ സെലക്ട് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ എക്സ്പെരിമെന്റിന് വേണ്ടി ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ സെലക്ട് ചെയ്ത് എന്താ? ഫ്ലവർ കളർ. അപ്പൊ 2 പാരന്റ് ഉണ്ടാവും. ഫ്ലവർ, വയലറ്റ് ഫ്ലവർ ഉള്ള ആളുണ്ടാവും ആൻഡ് വൈറ്റ് ഫ്ലവറിലെ ആളും ഉണ്ടാവും. അപ്പൊ
ബൈസെക്ഷൽ ആണ് പീ പ്ലാന്റ് എന്ന് പറയുന്നത്. സോ ഒരാളെ ഇമാസ്കുലേറ്റ് ചെയ്ത്, ബൈസെക്ഷൽ ആയിട്ടുള്ള ഒരാളെ ഇമാസ്കുലേറ്റ് ചെയ്ത് ഫീമെയിൽ ആക്കുന്നു. സോ വാട്ട് ഈസ് ഇമാസ്കുലേഷൻ? റിമൂവൽ ഓഫ് ആന്തർ. ആന്തർ എന്ന് പറയുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. സോ റിമൂവ് ചെയ്താൽ അയാൾ ഫീമെയിൽ ആയി മാറും. വൈ ഇമാസ്കുലേഷൻ? ടു പ്രിവെന്റ് സെൽഫ് പോളിനേഷൻ. ക്ലിയർ? ആൻഡ് പിന്നെ നമ്മളുടെ അതർ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ഉള്ള മെയിലിൽ നിന്ന് ഇവിടെ പോളൻ ഗ്രെയിൻസ് കളക്ട് ചെയ്തിട്ട് ഈ ആളുടെ സ്റ്റിഗ്മയിൽ ഇട്ട് കൊടുക്കുന്നു. ആൻഡ് അവിടെ പോളിനേഷൻ നടക്കുന്നു. ക്രോസ് പോളിനേഷൻ നടന്നു കഴിഞ്ഞു. ഹൈബ്രിഡൈസേഷൻ നടന്നു കഴിഞ്ഞു. അതായത് ക്രോസ് പോളിനേഷൻ നടന്നു കഴിഞ്ഞു. ഇനി ഫർദർ പോളിനേഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ട് വെക്കും. ദാറ്റ് ഈസ് കോൾഡ് ബാഗിങ്. പാരന്റ്സിനെ സെലക്ട് ചെയ്തു, ഇമാസ്കുലേഷൻ, ദെൻ ബാഗിങ്. ഈ ബാഗിങ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ സീഡ് ഉണ്ടാവും. സീഡ് കളക്ട് ചെയ്യുന്നു, കുഴിച്ചിടുന്നു, ജെർമിനേറ്റ് ചെയ്യുന്നു, ആൻഡ് അത് പുതിയ പ്ലാന്റ്സ് ആവുന്നു. ഇപ്പൊ നമുക്ക് ഒരു ജനറേഷൻ ഓഫ് പ്ലാന്റ്സ് കിട്ടിയില്ലേ? ദാറ്റ് ഈസ് കോൾഡ് ഫസ്റ്റ് ഫീലിയൽ ജനറേഷൻ. സോ എങ്ങനെയാണ് ഫസ്റ്റ് ഫീലിയൽ ജനറേഷൻ കിട്ടിയത്? പാരന്റ്സിനെ ക്രോസ് ചെയ്തപ്പോ. ഇനി ഈ ഉണ്ടായ കുട്ടികളെ, F1 കുട്ടികളെ, ഇവരുടെ പോളൻ ഗ്രെയിൻസ് എടുത്ത് ഇവരുടെ തന്നെ സ്റ്റിഗ്മയിലേക്ക് ഇട്ടാൽ ദാറ്റ് കൈൻഡ് ഓഫ് പോളിനേഷൻ ഈസ് കോൾഡ് സെൽഫ് പോളിനേഷൻ. അപ്പം F1 ജനറേഷനെ സെൽഫ് പോളിനേഷൻ ചെയ്താൽ ഉണ്ടാവുന്ന നെക്സ്റ്റ് ജനറേഷൻ ആണ് F2 ജനറേഷൻ. സോ F1 ജനറേഷൻ എങ്ങനെയുണ്ടായത്? ബൈ ക്രോസ് പോളിനേഷൻ ഓഫ് പാരന്റൽ ജനറേഷൻ. F2 ജനറേഷൻ എങ്ങനെയുണ്ടായത്? ബൈ സെൽഫ് പോളിനേഷൻ ഓഫ് F1 ജനറേഷൻ. ഡൺ. ഇതാണ് മെന്റലിന്റെ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്. അപ്പോൾ എന്താണ് ജെനറ്റിക്സ് എന്ന് പറഞ്ഞ മേഖല? ജെനറ്റിക്സിലേക്ക് എങ്ങനെയാണ് ഈ ഒരു പഠനം എങ്ങനെയാണ് എത്തിയത്? എന്താണ് വേരിയേഷന്റെ എക്സ്പ്ലോയിറ്റേഷൻ? എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ വേരിയേഷൻസിനെ ഉപയോഗിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ക്ലാസ്സിലൂടെ കണ്ടു. അതുപോലെ തന്നെ മെന്റൽ സക്സസ്ഫുൾ ആവാനുള്ള കാരണം എന്താ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണ് മെന്റൽ ചൂസ് ചെയ്തിരുന്നത് നമ്മൾ പഠിച്ചു. ആൻഡ് എന്താണ് മോണോ ഹൈബ്രിഡ് ക്രോസ്, എന്താണ് ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. എന്താണ് ക്രോസ് പോളിനേഷൻ, സെൽഫ് പോളിനേഷൻ എന്നുള്ളത് നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റിന്റെ സ്റ്റെപ്പ് എന്നുള്ളത് ഡെപ്തിൽ തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ ഗുണപ്രദമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഫ്രണ്ട്സിനും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.